കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കുറ്റമുക്തമാക്കിയിട്ടുള്ള മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFന്റെ സ്ഥാനാർത്ഥിയും CPMന്റെ നേതാവും കാഞ്ഞങ്ങാട് മുൻ മുനിസിപ്പൽ ചെയർമാനുമായിട്ടുള്ള VV രമേശന്റെ പരാതിയിൽ കേസ് എല്ലാ പ്രതികളെയും കുറ്റമുക്തം ആക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ BJPക്ക് വ്യക്തമാക്കാനുള്ളത് ഈ സംഭവങ്ങളെല്ലാം ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. രണ്ട് തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട്, രണ്ട് ഭാഗങ്ങളായി. ഒന്നാമത്തെ ഗൂഢാലോചന ഈ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം BSPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സുന്ദര അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ വേണ്ടിയിട്ട് സ്വമേധയാ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 21 റിട്ടേണിംഗ് ഓഫീസറെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ പിൻവലിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. അത് ഞായറാഴ്ച ആയതുകൊണ്ട് അവധി ദിവസം നോമിനേഷൻ സമർപ്പിക്കാനോ പിൻവലിക്കാനോ പാടില്ല എന്നുള്ളത് കൊണ്ട് അന്ന് റിട്ടേണിംഗ് ഓഫീസർ ഒരു തീരുമാനം എടുത്തില്ല. മറിച്ച് അവിടെ സംഭവിച്ചത് ഈ നോമിനേഷൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി കൊടുത്ത അപേക്ഷ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ചോർന്നു. അങ്ങനെ ചോർന്നതിന്റെ ഭാഗമായിട്ടാണ് പല രീതിയിലുള്ള സമ്മർദ്ദം ശ്രീ സുന്ദരയ്ക്ക് മേൽ ഉണ്ടായത്. അതിന് വലിയ രീതിയിലുള്ള ദുർവ്യാഖ്യാനം ചെയ്തു. ശ്രീ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വാർത്തകളായിട്ട് പ്രചരിച്ചു. അദ്ദേഹം പിൻവലിക്കാതിരിക്കാനുള്ള വലിയ ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായി. അത് അദ്ദേഹത്തിന്റെ പാർട്ടി BSP മാത്രമല്ല, UDFന്റെയും LDFന്റെയും ഭാഗത്തുണ്ടായിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടും സുന്ദര അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായില്ല. അതിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ J. സുധാകരൻ അദ്ദേഹം ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, തട്ടിക്കൊണ്ടുപോയതായിട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ BJPക്കാർ തട്ടിക്കൊണ്ടുപോയതായിട്ട് പരാതി കൊടുക്കുന്നു. ആ പരാതി ലഭിച്ച ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം ആരംഭിക്കുന്നു. സുന്ദര തന്നെ പോലീസിനോട് പറഞ്ഞത് എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഞാൻ വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചത് സ്വമേധയാണ്, ഞാൻ BJPയിൽ ചേരാൻ എടുക്കുന്നു. അതുകൊണ്ട് അത് പ്രൊസീഡ് ചെയ്യാനായില്ല. അപ്പോഴും നിന്നില്ല. പിറ്റന്നാളും വലിയ രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെ വാർത്തകൾ പ്രചരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ സുന്ദര തന്നെ BJPയുടെ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും താൻ വിഡ്രോ ചെയ്യുന്ന തീരുമാനം ഔദ്യോഗികമായിട്ട് പത്രങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറെ കണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒന്നാമത്തെ ശ്രമം പരാജയപ്പെട്ടു. സുന്ദര സ്വയം തീരുമാനിച്ച തീരുമാനം സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മാറ്റാനുള്ള ശ്രമം അവിടെ പരാജയപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ ചില മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ആൾക്കാർ വീണ്ടും ഒരു തിരക്കഥ ഉണ്ടാക്കി ശ്രീ സുന്ദരയുടെ വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്ക്
ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു. ഒരു ചാനലിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബാക്കി എല്ലാവരും അതിന്റെ പിന്നാലെ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾ രീതി. അങ്ങനെ എല്ലാവരും അതിന്റെ പിന്നാലെ പോയി വലിയ വാർത്തയായി. അങ്ങനെ വാർത്തയായതിനു ശേഷം LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ VV രമേശ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നു. പോലീസ് മേധാവി ആ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്ത് ആ കേസ് നോൺ കോഗ്നൈസബിൾ, അതായത് പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ നിവൃത്തിയില്ലാത്ത വകുപ്പ് ഹൈക്കോടതിയുടെ വിധിന്യായം ഡയറക്ഷൻ പറഞ്ഞുകൊണ്ട് പരാതിക്കാരൻ ഹാജരായി പരാതി ബോധിപ്പിക്കണം എന്ന് പറയുന്നു. പിന്നീട് പരാതി കൊടുക്കുന്നു, FIR ആവുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഗൂഢാലോചന അവിടെ നടക്കുന്നു. ഒരു FIR വന്ന് ഇതേ സംഭവത്തിൽ BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം അന്നത്തെ SP അടക്കം അറിയുന്നൊരു കേസിൽ പോലീസ് തിടുക്കം കാണിച്ചു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവി കോടതി FIR ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞ നിമിഷങ്ങൾക്കകം കേസ് FIR രജിസ്റ്റർ ചെയ്ത് സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനു മുമ്പേ ഈ പോലീസ് അന്വേഷണം കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ശ്രീ A സതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമിനെ രൂപീകരിക്കുന്നു. ഇത് 7-ാം തീയതിയാണ്. 10-ാം തീയതി വരെ സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുന്ദരയുടെ മൊഴിയാണ്, രേഖപ്പെടുത്തുന്നില്ല. 10-ാം തീയതിയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയും ദിവസം സുന്ദര റിസൾട്ടും വന്നതിന് ശേഷവും യാതൊരു തരത്തിലുള്ള പരാതിയും പറയാത്ത, പരാതിയും ഇല്ലാത്ത, എവിടെയും ഒന്നും ഇണ്ടാത്ത സുന്ദര 10-ാം തീയതി വരെ അതിന്റെ ഇടയ്ക്ക് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതിനപ്പുറത്ത് പരാതി കൊടുക്കുകയോ ഈ രമേശൻ കൊടുത്ത പരാതിയിൽ പോലീസിനെ സമീപിക്കുകയോ മൊഴിയെടുക്കുകയോ ചെയ്യുന്നില്ല. അതിന്റെ ഇടയിലാണ് ശ്രീ സുന്ദരയെ പോലീസും CPM-ഉം UDF-ഉം ഭീഷണിപ്പെടുത്തി ഇനി മൊഴി അവർ പറയുന്ന അനുസരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ സുന്ദര പ്രതിയാവുമെന്ന് ഭീഷണിപ്പെടുത്തിട്ട്. അത് ഈ കേസിൽ മാത്രമല്ല, ഏതോ ഒരു കേസിൽ, കൊടകരയിലെ ഒരു കേസിൽ, ആ കേസിൽ അടക്കം പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് സുന്ദര പോലീസിന്റെയും LDF-ന്റെയും UDF-ന്റെയും നിർദ്ദേശമനുസരിച്ച് നിവൃത്തികേടുകൊണ്ട് അവരുടെ തിരക്കഥക്കനുസരിച്ച് അവിടെ നിന്നുകൊടുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങളിൽ 5-ാം തീയതി 5/6 കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് കിട്ടിയ പണം അത് ചിലവാക്കി, ഒരു പൈസയും ബാക്കിയില്ല. അങ്ങനെ ഒരു പൈസയും ബാക്കിയില്ല എന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ പറഞ്ഞ സുന്ദര നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി, സ്വാധീനിക്കാൻ വേണ്ടി BJP-ക്കാർ പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഏതോ 2 ആളുടെ അക്കൗണ്ടിൽ ഏതോ ഒരു ബാങ്കിലുള്ള പണം പോലീസ് കണ്ടുകിട്ടുകയാണ്, സീസ് ചെയ്യുകയാണ്. ഈ സുന്ദരയായിട്ടൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗവുമല്ല, ഏതോ 2 ആളുടെ പണം സീസ് ചെയ്യുകയാണ്. അക്കൗണ്ടിലുള്ള പണം, നിയമം ഞങ്ങളുടെ കയ്യിലുണ്ട്, അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പണം സീസ് ചെയ്യാണ്, കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഏതൊക്കെ സ്ഥാപനത്തിന്റെ CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് ഹാർഡ് ഡിസ്ക് ഒക്കെ കൊണ്ടുപോയിട്ട് കോടതി കൊടുത്തു. സുന്ദരയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുന്നു പോലീസ്. എന്നിട്ട്
ചില ആൾക്കാരെ കള്ളമൊഴിയൊക്കെ രേഖപ്പെടുത്തി ഇല്ലാത്ത പൈസ സീസ് ചെയ്തതായിട്ട് ചെലവാക്കിയെന്ന് പറയുന്നത് അവരുടെ കേസ് അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ തന്നെ സുന്ദരക്കുമില്ലാത്ത ആക്ഷേപം സുന്ദര SC സമുദായത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പട്ടികവർഗ അതിക്രമണം തടയൽ നിയമം അനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്ത് കുറെ കാലത്തിന് ശേഷം ആ വകുപ്പും ചേർത്ത് അവസാനം രണ്ട് മൗലികമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്നു. ഒന്ന്, ഒരു ആരോപണം വന്നാൽ അത് ക്രിമിനൽ ആരോപണമാണെങ്കിൽ ആ ക്രിമിനൽ ആരോപണത്തിന്റെ അന്വേഷണം സത്യസന്ധമായിരിക്കണം. അത് ഭരണഘടന മൗലിക അവകാശമാണ്. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും അതിലെ പ്രതികളായിട്ടുള്ളവർക്ക് നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം നിഷേധിക്കപ്പെട്ടു. ആ നിഷേധിക്കപ്പെട്ടതിന് ഉള്ള ഒരു തെളിവ് നേരത്തെ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി അവിടെയുണ്ട്. സുന്ദരയുടെ 22-ാം തീയതി കൊടുത്ത മൊഴിയുണ്ട്. അത് രേഖാമൂലം ഒപ്പിട്ട് വാങ്ങിയ ഈ അന്വേഷണം FIR വരുന്നത്. അവിടെ ഒന്നുമില്ല എന്ന് ഇത് നടപടിയില്ല, PSPയുടെ കംപ്ലൈന്റ് യാതൊരു നടപടി എടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് ബോധ്യപ്പെട്ട അതേ പോലീസ് രമേശന്റെ പരാതിയിൽ അന്വേഷണ പ്രഹസനം കാണിച്ച് അവിടെ വലിയ രീതിയിലുള്ള കൃത്രിമത്വവും വ്യാജവും രേഖകളും ചമത്തി വ്യാജ മൊഴികളും ഒരു തരത്തിലുള്ള ഒരു നിഷ്പക്ഷത പാലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം റിസൾട്ടൊക്കെ വന്ന ശേഷം എല്ലാവരെയും സ്ഥലം മാറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ആ കൂട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് DYSP A സതീശനുണ്ട്. A സതീശനും വേറെവിടത്തേക്ക് സ്ഥലം മാറ്റി, ഉത്തരവായി. പക്ഷെ ഉത്തരവായിട്ടും സതീശനെ മാറ്റുന്നില്ല. അന്വേഷണ ചുമതല വേറെ ആളെ ഏൽപ്പിക്കുന്നില്ല. അദ്ദേഹം അന്വേഷണം തുടർന്നു. അദ്ദേഹത്തിന്റെ മാറ്റം റദ്ദ് ചെയ്യുന്നു, ഉത്തരവ് റദ്ദ് ചെയ്ത് ഈ കേസിൽ തുടരാൻ വേണ്ടിയിട്ട് സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ സതീശൻ അന്വേഷിച്ച കേസിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമണം വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. അന്വേഷണത്തിൽ DYSP SMS. അന്ന് സതീശൻ ക്രൈംബ്രാഞ്ചിലെ വേറെ ആളാണ്. ഈ അന്വേഷണത്തിന്റെ കാലഘട്ടത്തിൽ 2 DYSPമാർ മാറി മാറി വന്നു. അവരെയും ഈ കേസ് ഏൽപ്പിക്കുന്നില്ല, അന്വേഷണം മാറ്റുന്നില്ല, SMS കൊടുക്കുന്നില്ല. പകരം സ്വന്തം സതീശൻ തന്നെ അന്വേഷിക്കുകയാണ്. അപ്പൊ സ്ഥലം മാറ്റിയത് ഇയാളെ മാത്രം ആ ഉത്തരവ് ആരോപിച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത്തത് DYSP SMS വേറെ ആളുണ്ടായിട്ടും അതിലേക്ക് കൈമാറാതെ സ്വന്തം സതീശൻ തന്നെ ദുരൂഹമാണ്. അപ്പൊ വ്യക്തമായിട്ട് CPM-ഉം ഭരണകക്ഷി പറയുന്നത് പോലെ അനുസരിക്കുന്ന ഒരു ആജ്ഞാനുവർത്തിയായിട്ടുള്ള പോലീസ് ഓഫീസർ എന്ന് ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്ന സതീശനെയാണ് ഈ കേസിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാറ്റം റദ്ദ് ചെയ്തത്, മറവിപ്പിച്ചത്. DYSP SMS വേറെ ഉണ്ടായിട്ടും അവരെ ഈ ഇത് മാറ്റി കൊടുക്കാത്തത്. രണ്ടാമത്, അതൊന്നും നീതി നിഷേധത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇവിടെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് C. ഷുക്കൂറിനെയാണ്. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ്, അതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം UDFന്റെ കാലത്ത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ജില്ലാ കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അനുഭവമുള്ള ആളാണ്. പക്ഷെ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചത് തീർത്തും നിയമലംഘനമായിട്ടാണ്, നിയമം ലംഘിച്ചുകൊണ്ടാണ്. കാരണം ഈ കേസിൽ പരാതിക്കാരനായിട്ടുള്ള VV രമേശിന്റെ അഭിഭാഷകനാണ് C. ഷുക്കൂർ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസിന്റെ അഭിഭാഷകനല്ല, അന്വേഷണ സംഘത്തിന്റെയോ അന്വേഷണത്തിന്റെ ഏതെങ്കിലും തരത്തിൽ എന്ത് വില കൊടുത്തും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഓഫീസർ അല്ല. അദ്ദേഹത്തിന് ചുമതല എന്ന് പറയുന്നത്
കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അദ്ദേഹം കോടതിക്ക് സഹായിക്കുന്ന, സത്യം കണ്ടെത്താനും നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കോടതിയെ സഹായിക്കുന്ന ഒരു ഓഫീസറാണ്. അല്ലാതെ അദ്ദേഹം പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് പരാതിക്കാരന്റെയോ അല്ലെങ്കിൽ പോലീസുകാരുടെയോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെയോ ഒന്നും തന്നെ ഭാഗവുമല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ അത്തരം ഒരു അഭിഭാഷകനെ പോലെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. അതാണ് ഭരണഘടനയും പറയുന്നത്, അതാണ് CRPCയും പറയുന്നത്, ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള BNSSും പറയുന്നത് അത് തന്നെയാണ്. എത്രയോ കേസുകളിൽ ആവർത്തിച്ച് സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതികളും പറഞ്ഞിട്ടുണ്ട്. വെറും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, സംസ്ഥാന സർക്കാരുകൾക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുമ്പോൾ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ ഒരു കാരണവശാലും പരാതിക്കാരന്റെ വക്കീലിനെ നിയമിക്കരുതെന്ന്. അതുപോലും ഇവിടെ ലംഘിക്കപ്പെട്ടു. ഇവിടെ പ്രത്യേകം ഒരു താല്പര്യം, നിക്ഷിപ്ത താല്പര്യമുള്ള കാര്യമായതുകൊണ്ടാണ് സർക്കാരും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഹോം ഡിപ്പാർട്ട്മെന്റും ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള VV രമേശിന്റെ വക്കീലിനെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയിട്ടുള്ളത്. അപ്പൊ നീതി പൂർണ്ണമായിട്ട് ഇവിടെ നിഷേധിക്കപ്പെട്ടു. ശ്രീ K. സുരേന്ദ്രനും ശ്രീ Y. ബാലകൃഷ്ണൻ ഷെട്ടി ഉൾപ്പെടെയുള്ള ഈ കേസിലെ പ്രതികൾക്ക് പൂർണ്ണമായിട്ടും നീതി നിഷേധിക്കുകയും അവരെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം, പ്രത്യേകിച്ച് ശ്രീ K. സുരേന്ദ്രനെ ശിക്ഷിക്കുകയും ശ്രീ K. സുരേന്ദ്രനെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതാക്കണം എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക നിക്ഷിപ്ത താല്പര്യമുള്ള ആജ്ഞാനുവർത്തിയായിട്ടുള്ള DVSP ഇതിന്റെ ചുമതലയേൽപ്പിക്കുന്നത്, മാറ്റാത്തത്, അന്വേഷണം SMS കൊടുക്കാത്തത്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അതേ കേസിലെ അഭിഭാഷകനെ നിയമിച്ചതും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. വേറൊന്ന്, തീർത്തും ഇത് ഈ അന്വേഷണ പ്രഹസനമാണ് ചെയ്തിട്ടുള്ളത്. തിരക്കഥക്കനുസരിച്ച് എഴുതി കൊടുക്കുകയാണ് ഈ പോലീസ് ടീം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ആദ്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് സുന്ദര പറഞ്ഞിരിക്കുന്നത്, VV രമേശൻ പരാതി പറഞ്ഞിരിക്കുന്നത് 3 പേരുടെ പേരാണ്. ശ്രീ K. സുരേന്ദ്രൻ, പിന്നൊരു സുരേഷ് നായക്, പിന്നൊരു അശോക് ഷെട്ടി. ഈ അശോക് ഷെട്ടി ആരാണ്? VV രമേശന്റെ പരാതിയിൽ പണവും മൊബൈലും കൊടുത്തു എന്ന് പറയുന്ന 2 പേരുടെ. ശ്രീ സുരേന്ദ്രന്റെ നേരിട്ടുള്ള പങ്കാളിത്തം എവിടെയും പറയുന്നില്ല. സുരേന്ദ്രന് വേണ്ടി എന്നാ പറയുന്നത്. ഈ സുരേഷ് നായിക്കും അശോക് ഷെട്ടിയുമാണ് മൊബൈൽ പണം എനിക്ക് തന്നത് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള ബൈറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. വെളിപ്പെടുത്തലാണ്. ഈ കേസില് അശോക് ഷെട്ടി എവിടെയാണ്? എനിക്ക് പണം തന്നു, എനിക്ക് മൊബൈൽ തന്നു എന്ന് പറയുന്ന സുന്ദര, അതാണല്ലോ ബേസ്. പരാതിക്കാരൻ പറയുന്ന, രമേശൻ പറയുന്ന അശോക് ഷെട്ടിനെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. BJPയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ്, ഇന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി, ഇന്നത്തെ ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെ ഉള്ള ഞങ്ങള് ഈ രമേശിനെയും സുന്ദരയോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, എവിടെയാണ് അശോക് ഷെട്ടി? BJPക്ക് പ്രാദേശിക നേതാവും ഒരു അശോക് ഷെട്ടി എന്ന ആള് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് അശോക് ഷെട്ടി കൈക്കൂലി കൊടുത്തത്? കോഴ കൊടുത്തു, ഭീഷണിപ്പെടുത്തി, പ്രലോഭനം ഉണ്ടാക്കി, മൊബൈൽ കൊടുത്തു, പണം കൊടുത്ത് എങ്ങനെയാണ് സുന്ദരയെ സ്വാധീനിച്ചിട്ട് പിൻവലിപ്പിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമായിരുന്നു എന്ന് പറയാൻ ഇതിനേക്കാൾ അപ്പുറത്ത് എന്താ? ഒരു ഭാഗം അത് ഇല്ലാത്ത അശോക് ഷെട്ടിയുടെ പേര് പറഞ്ഞ, അതിന്റെ പേരിൽ പരാതി കൊടുത്ത രമേശൻ ഞങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ശ്രീ V. ബാലകൃഷ്ണ ഷെട്ടി ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാണ്. നേരത്തെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, അഭിഭാഷകൻ, നോട്ടറി പബ്ലിക് ഒക്കെയാണ്. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. കാസർഗോഡ് ലോക്സഭയിൽ. മഞ്ചേശ്വരം നിയമസഭയിൽ
BJPയുടെ സ്ഥാനാർത്ഥി ആയിരുന്ന ആളാണ്. അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ എന്തുകൊണ്ട് അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുന്ദരയുടെ വെളിപ്പെടുത്തലിൽ വരാത്ത, എന്തുകൊണ്ട് VV രമേശന്റെ പരാതിയിൽ ബാലകൃഷ്ണ ഷെട്ടിയുടെ പേര് വരാത്ത, അശോക് ഷെട്ടിയുടെ പേര് പറയുന്നവർ എന്ത് ബാലകൃഷ്ണ ഷെട്ടിയുടെ പേര് പറയാത്ത? പിന്നെ എങ്ങനെയാണ് ബാലകൃഷ്ണ ഷെട്ടിയെ പിന്നീട് പഞ്ചായത്തിന്റെ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അദ്ദേഹം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്ന ആളാണ്. പയ്യോളിക്ക് പഞ്ചായത്ത്, തൊട്ടടുത്ത പഞ്ചായത്ത് പയ്യോളിക്ക് പഞ്ചായത്ത്. മണികണ്ഠരയുടെ പേരില്ലല്ലോ ആദ്യം, പിന്നെ എങ്ങനെ മണികണ്ഠരയിൽ വന്നു? അപ്പൊ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന, കള്ളക്കേസ് എന്ന് പറയാൻ ഇതിനേക്കാൾ അപ്പുറത്തെ എന്താ വേണ്ട? വേറെയും കൂടിയുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. കുറച്ച് ചില കാര്യങ്ങൾ മാത്രം പറയും, ഇത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഈ നിങ്ങൾ ആ CD ഒന്ന് വായിക്കണം, CD വായിക്കണം. നിങ്ങൾക്ക് ചിരി വന്നു, ഞാൻ തിരിച്ചതാ. ഇങ്ങനെ ഒരു പൊട്ടത്തര എഴുതി വെച്ചിട്ട് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള അട്രോസിറ്റി കേസ് ഒരാൾക്ക് എന്താ ഇതിനപ്പുറത്ത് വേണ്ട? ഒരു പൊതുപ്രവർത്തകന് ജാതീയമായിട്ടുള്ള വിവേചനം കാണിച്ച് എന്ന് പറയുന്ന ആക്ഷേപം വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടാണ്. അങ്ങനെയുള്ള വകുപ്പ് ചേർത്തിട്ട് സെഷൻസ് കോടതിയിൽ ഇയാൾ 5 വർഷം ശിക്ഷിക്കണം, ഇയാളെ പിന്നെ കോഴ കൊടുത്തതിന് ശിക്ഷിക്കണം, ഇയാളെ തടങ്കലിൽ വെച്ചതിന് ശിക്ഷിക്കണം, ഇയാൾ തെളിവ് നശിപ്പിച്ചതിന് ശിക്ഷിക്കണം, ഇയാളെ ഭീഷണിപ്പെടുത്തിയതിന് ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മിനിമം ചില റിക്വയർമെന്റ് എങ്കിലും വേണ്ടേ? അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? കോഴയുടെ കഥ അറിയാം, എന്താ സുന്ദരയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയാം. ഞാൻ 22-ാം തീയതി പിൻവലിച്ചു, പോലീസ് സ്റ്റേഷൻ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. CI വരാൻ വേണ്ടി പറഞ്ഞത്, കാരണം BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് കംപ്ലൈന്റ് അവിടെയുണ്ട്. ഇതെല്ലാം അന്വേഷിച്ചിട്ട് ഒന്നുമില്ല എന്ന് കണ്ടിട്ടും വീണ്ടും അവിടെ പോവാണ്. പിൻവലിച്ചിട്ട് എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തിട്ട് ഇയാളെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ? അന്ന് തന്നെ ഒരു പൊളിറ്റിക്കലായിട്ട് BJPയെ തകർത്ത് കളയാൻ പറ്റുമോ? സുരേന്ദ്രനെ ഒന്ന് ജയിക്കാൻ സാധ്യതയുണ്ട്, അത് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള മേലിനുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം, പ്രോസിക്യൂഷൻ കേസ് എന്താണെന്നറിയാം. ഇദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് പിൻവലിച്ച് 3 ദിവസത്തെ കഥയുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അവസാനം പിൻവലിച്ച ശേഷം കേസ് എന്താ? നിങ്ങളത്തൊക്കെ എന്താ പറഞ്ഞ് കോഴ വാങ്ങിച്ച് പിൻവലിച്ചു. പക്ഷെ കേസ് എന്താണെന്നറിയോ? പ്രോസിക്യൂഷൻ കേസ്. ഇതെല്ലാം പിൻവലിച്ച ശേഷം പോയി ഞാൻ വീട്ടിൽ പോയി, അപ്പോ അമ്മ എന്റെ കയ്യിൽ ഒരു പൊതി തന്നു. ആ പൊതി ഞാൻ പൊട്ടിച്ചു, നോക്കുമ്പോ 500-ന്റെയും 2000-ന്റെയും നോട്ടുകളാണ്. 2.5 ലക്ഷം രൂപയുണ്ടായി. കോഴ കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുക്കണ്ടേ? വാങ്ങിയിട്ടാണ് പിൻവലിച്ചെന്ന് വെച്ചാൽ ആദ്യം വാങ്ങിയിട്ടല്ല, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ പിൻവലിക്കണ്ട. എന്നിട്ട് പോയിട്ട് എണ്ണി നോക്കി. വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പൂർണ്ണമായിട്ടും വൺ സൈഡഡ് ആയിട്ടുള്ള VV രമേശന്റെയും CPM-ന്റെയും തിരക്കഥക്കനുസരിച്ച് വന്നിട്ടുള്ള കാര്യമാണിത്. ഒരു നീതിയും ഒരു തരത്തിലുള്ള നീതിബോധവും ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷനും സ്പെഷ്യൽ താല്പര്യമുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറും ഒക്കെ വെച്ച് BJP അങ്ങ് തകർത്ത് കളയാം, സുരേന്ദ്രൻ അങ്ങ് ഇല്ലാതാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ കണക്കുകൂട്ടിയിട്ടാണ് ഈ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. ബാക്കി ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അന്വേഷണമൊക്കെ അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി, വ്യാജമായിട്ട് പണം സീസ് ചെയ്തിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ എല്ലാം വ്യാജമായിട്ട് വ്യാജമൊഴികൾ എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ കേസ് പോയത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നീതിപീഠം ഇതെല്ലാം മനസ്സിലാക്കി ഇതൊരു കള്ളക്കേസാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കേസില് പ്രതികളെ കുറ്റമുക്തമാക്കിയത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചാർജ് ഫ്രെയിം ചെയ്തതിനു മുമ്പേ പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്ത എല്ലാ രേഖകളെയും മൊഴികളും വിശ്വസിക്കണമെന്നുള്ളതാണ് നിയമം പറയുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത
വിചാരണ നടത്തി, ക്രോസ് വിസ്താരം നടത്തി, പ്രതിക്ക് പറയാനുള്ളത് പറഞ്ഞ് പ്രതിഭാഗം സാക്ഷി വിസ്താരവും രേഖകളൊക്കെ സമർപ്പിച്ച് അങ്ങനെ വിസ്തരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു കേസാണിത് എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ സെഷൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ കേസ് പ്രതികളെ വിചാരണ ചെയ്യാൻ ഇതില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. കേസില് വിടുതൽ ഹർജി അനുവദിച്ചുകൊണ്ട് ചെയ്തു. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇതില് ഒരു തരത്തിലുള്ള ഇപ്പൊ UDF-കാർക്ക് ഇപ്പൊ പുതിയൊരു സൂക്കട തുടങ്ങിയിട്ടുണ്ട്. CPM BJP ഒത്തുകളി. UDF-കാർക്ക് ഒത്തുകളി സിൻഡ്രമാണ്. ഒത്തുകളി സിൻഡ്രം. എല്ലാത്തിനും ഒത്തുകളി. സുധാകരന് LLB ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇത് ഒത്തുകളി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ അദ്ദേഹത്തെ അറിവിനെ മാനിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു വെല്ലുവിളി നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ കേസിലെ CD-യുടെ പകർപ്പ് കംപ്ലീറ്റ് സൗജന്യമായിട്ട് VD സതീശനെ ഏൽപ്പിക്കാം. അദ്ദേഹം അത് പഠിക്കട്ടെ. ആ CD-യിൽ എങ്ങനെയാണ് ഒരു പ്രതിക്ക് നീതി നിഷേധിച്ചതെന്നും എത്രമാത്രം ഒരു പക്ഷപാതമായിട്ടുള്ള ഇതാണെന്ന് അദ്ദേഹം പഠിക്കട്ടെ. അതല്ല എന്നൊരു അഭിപ്രായം VD സതീശനുണ്ടെങ്കിൽ VD സതീശനുമായിട്ട് ഞങ്ങൾ സംവദിക്കാൻ തയ്യാറാണ്. സംവാദത്തിൽ തയ്യാറുണ്ടോ? VD സതീശൻ ഇതിൽ ഒത്തുകളിയുന്നത് എങ്ങനെയാണ് പറയുക എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒത്തുകളി എന്ന ആരോപണം പിൻവലിക്കണം VD സതീശൻ. അതല്ല അതില് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് സംവദിക്കാൻ തയ്യാറാവണം. VD സതീശനെ കുറിച്ച് ചില ആൾക്കാരൊക്കെ ആ ഇനീഷ്യൽ വേറെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ VD സതീശൻ ഇപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ല. VD സതീശൻ ഇപ്പോ കേരളത്തിന്റെ വിഡ്ഢിപക്ഷ നേതാവാണ്. വിഡ്ഢിപക്ഷ നേതാവാണ്, വിഡ്ഢികളുടെ നേതാവാണ്. അത്തരം വിഡ്ഢിത്തമാണ് സതീശൻ ഇപ്പൊ പുലമ്പുന്നത്. സതീശൻ ഒട്ടുകളി പറയുന്നതിന് മുമ്പേ സ്വന്തം അഴിമതി കേസില് പിണറായി വിജയന്റെ വാക്ക് ഞാൻ പറയുന്നില്ല, താങ്ങി നടക്കുന്ന ഔദാര്യം പറ്റുന്ന സതീശന് ഒരു ധാർമ്മികതയുമില്ല. BJP-ക്കെതിരെ ഒത്തുകളി പറയാൻ, പ്രത്യേകിച്ച് ഈ കേസിൽ. ഇത് BJP-യുടെ രാഷ്ട്രീയ വിജയമാണ്. ഇത് BJP നടത്തിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നിയമ പോരാട്ടത്തിൽ വിജയമാണ്. ഒരു തരത്തിലുള്ള ഒത്തുകളിയും ഇവിടെ ഇല്ല. ഇവിടെ UDF-ഉം LDF-ഉം വളരെ ശക്തമായിട്ട് BJP-ക്കെതിരായിട്ട് ഒരുമിച്ച് നിന്നതാണ്. സതീശന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം. ഇതിൽ ഞാൻ വെറുതെ അല്ല പറഞ്ഞ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, നോമിനേഷൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സുന്ദരയെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? അതിൽ UDF-ന്റെ നേതാക്കന്മാരുണ്ട്. എണ്ണവലിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരനുണ്ട്. സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അത് ഇപ്പോ ഇദ്ദേഹം പറയുന്നില്ല, സുന്ദര പറയുന്നില്ല. പക്ഷെ വളരെ വ്യക്തമാണ്, ഒരു തടങ്കലിലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം BSP-യുടെ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്, സോമശേഖരനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നോമിനേഷൻ പിൻവലിക്കുന്നതായി, BJP-യിൽ ചേരുന്നതായിട്ട് 21-ാം തീയതി തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സോമശേഖരന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ നേതാവ് സോമശേഖരനെ ഈ സുന്ദര വിളിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് എന്നാ പറയുന്നത് സുന്ദര. സോമശേഖരനും അത് തന്നെ പറയുന്നത്. അപ്പൊ ആ സോമശേഖരനെ വിളിക്കുകയും സോമശേഖരൻ സുന്ദരയെ വിളിക്കുകയും ഒന്നിലേറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇംഗിതം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്ത് ഒത്തുകളി എന്ന് പറയുന്നത്? അതിലെങ്ങനെയാണ് പിന്നീട് ഏതോ ഒരു ചാനലില് വെളിപ്പെടുത്തലെന്ന് പറഞ്ഞിട്ട് എന്തോ താല്പര്യത്തിന്റെ പേരില് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കേസെടുക്കുക? അപ്പൊ പൂർണ്ണമായിട്ടുള്ള നീതി നിഷേധമുണ്ട് ഇവിടെ. ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം പറയാം. ഞങ്ങള് ഈ കേസിലെ പരാതിക്കാരൻ VV രമേശ് കള്ള പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, കള്ള കേസാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് CPM-ന്റെ താല്പര്യമനുസരിച്ചിട്ടാണ് ഈ കേസ് കള്ളക്കേസ് എടുത്തിട്ടുള്ളത്. ഇതിലെ നടപടികൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് VV രമേശിനെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കണം. VV രമേശിനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. ഈ കേസിലെ അന്വേഷിക്കണം. അത് ഈ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടി കൊടുത്ത്
ആ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ചോർന്നു പോയത് തൊട്ട് ഇതിൽ അന്തിമ റിപ്പോർട്ടും ഇതിലെ വ്യാജ രേഖകൾ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ സതീഷ് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തുന്നു. ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകാനാണ് BJPയുടെ തീരുമാനം. ഈ കേസിന്റെ ദുർബലമാകാൻ കാരണം തന്നെ പിന്നെ ഇടതുപക്ഷം പോലീസ് സഹായിച്ചത് കൊണ്ടാണ് എന്നാണ് എല്ലാവരും അതിന് ഉപരിപരമായിട്ട് മറ്റുള്ളവർ പറയുന്നത്. സർക്കാർ പ്രസിഡന്റ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് സതീശന്റെ വാർത്താക്കുറിപ്പിൽ അതാണ് മനസ്സിലാവും. എന്താ നടപടി കുറവുകളും എന്താ നിങ്ങള് ഡബിൾ സ്റ്റാൻഡേർഡ് ഇതിൽ ഒരു ഭാഗത്ത് ED ശക്തമായിട്ട് നടപടി സ്വീകരിച്ച പാകപ്പെട്ടത്, മറുഭാഗത്ത് നിങ്ങൾ പറയുന്നു ഒത്തുകളി. ഇതെങ്ങനെയാ ഈ കേസിൽ? ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ ഒത്തുകളി എങ്ങനെയാ പറയാ? ഒരു സുരേന്ദ്രന്റെ അപരനായിട്ട് വരുമ്പോ സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് സുന്ദരയ്ക്ക് പോകും, അങ്ങനെ തോക്കും. അങ്ങനെ ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് സുന്ദരയുടെ നാമനിർദ്ദേശ പത്രിക. ജാതീയ വിവേചനം എവിടെയാണ്? ജാതീയ വിവേചനം അറ്റ്ലീസ്റ്റ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ വ്യക്തമാണ്. നിയമങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതി എത്രയോ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പരാതിയില്ല, പരാതിക്കാരന് VV രമേശിന് അങ്ങനെ ഒരു ആരോപണം ഇല്ല. പരാതിയിൽ അങ്ങനെ ഒരു ആരോപണമില്ല. സുന്ദരക്ക് അങ്ങനെ ഒരു ആരോപണമില്ല. ഞാൻ ഇന്ന ഒരു രമേശൻ പരാതി കൊടുക്കാൻ നിൽക്കുവോ? രമേശൻ CPM-നെ LDF-ന് ഒത്തുകളിയാണെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുവോ? DYSP ക്രൈംബ്രാഞ്ചിൽ മൂല്യത്തെ കുറിച്ച് പറഞ്ഞു. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്ന ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ ശിക്ഷയിലുള്ള ആളാ, ശിക്ഷിച്ച ആളാ, കുറ്റക്കാരനാണ്. എന്നിട്ട് ആ MLA അഷ്റഫ് വലിയ ധാർമ്മികതയൊന്നും പറയണ്ട, ജനാധിപത്യ മൂല്യങ്ങളൊന്നും പറയണ്ട, ഒരു പാവം തഹസിൽദാരെ പിന്നെ അതിക്രമിച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാ. വലിയ വലിയ ഡയലോഗ് എടുക്കുന്നു. സോമശേഖരനോട് ചോദിക്കട്ടെ ഇതിലൊക്കെ ആദ്യം പോയിട്ട് എന്താന്നുള്ളത്. വെറുതെ സുരേന്ദ്രനെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ പലരുടെയും മുഖഭാവം. വെറുതെ വിട്ടെന്ന് പറയുമ്പോ എന്തായിരുന്നു എന്നുള്ളത്. പോയ ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിക്കാത്ത ഭാഗ്യം. അമ്മാതിരി സുരേന്ദ്രനെ പിടിക്കാൻ വേണ്ടി പോയല്ലേ. സുരേന്ദ്രൻ പറയാം എന്റെ കാര്യം വന്നിട്ടില്ല. ഇല്ല, നിങ്ങളടുത്ത് പറഞ്ഞല്ലേ, നിങ്ങൾ വിടുന്നവരാണ്, നിങ്ങൾ നല്ല അന്വേഷണാത്മക. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ പോലീസിനേക്കാളും ഭയങ്കര അന്വേഷണം എന്താ ഇതുണ്ട സാമർഥ്യമുള്ള ആൾക്കാരാണ്. ഏത് ചെറിയത് കിട്ടി അതിന്റെ പിന്നാലെ പോയിട്ട് ആരുടെ വീഡിയാക്കുന്ന ആൾക്കാരാണ് അല്ലേ. എന്നുവെച്ചാൽ സുരേന്ദ്രൻ അങ്ങനെ ഒരു ആരോപണമില്ല. അത് തന്നെ വന്നിട്ടുണ്ട് കോടതിയിൽ. നിങ്ങൾ ഇതൊന്നും പോലീസിന് ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. എന്തെല്ലാം കള്ളത്തരം അതിൽ കാണിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ഒത്തുകളി എന്നാ പറയുന്നത്. സതീശൻ ആ ഫയലൊന്ന് വായിക്കട്ടെ. ഇത് ഇപ്പം തിരക്കഥയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ തിരക്കഥ അവസാനം സഹായിച്ചത് മീൻസ് എക്വിറ്റിയിൽ കൂടെ അല്ലെങ്കിൽ ഡിസ്ചാർജിൽ കൂടെ സഹായിച്ചത് BJP-യിലാണ് ഈ തിരക്കഥ ആയെങ്കിൽ. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ചാർജ് ഷീറ്റിൽ ശ്രീകാന്ത് പറഞ്ഞനുസരിച്ച് ചാർജ് ഷീറ്റിൽ ഇയാള് നോമിനേഷൻ വിഡ്രോ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോഴാണ് എൻവലപ്പ് കിട്ടുന്നതെന്നാണ് ചാർജ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. ചാർജ് ഷീറ്റിലല്ല, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ആരുടെ സ്റ്റേറ്റ്മെന്റ്? സുന്ദരയുടെ സ്റ്റേറ്റ്മെന്റ്. അത് ചാർജ് ഷീറ്റിൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് കോടതിയിൽ പ്രസന്റ് ചെയ്തത്. ചിലപ്പോ അവരിങ്ങനെ പറഞ്ഞു വരുമ്പോ ഞങ്ങളുടെ ലീഗൽ മൈൻഡിൽ അത് കണ്ടിട്ട് തരുന്നില്ല. ഞാൻ ശ്രീകാന്തിന്റെ പോയിന്റ് അല്ല ചോദിക്കുന്നത്. പ്രോസിക്യൂഷൻ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്തത്? അയാൾ വിഡ്രോ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അയാളുടെ അമ്മയുടെ എൻവലപ്പ് കിട്ടിയെന്നാണല്ലോ പ്രോസിക്യൂഷൻ കൺക്ലൂഡ് ചെയ്തത്. കൺക്ലൂഷൻ അങ്ങനെയല്ല. കോഴ കൊടുത്ത് ഭീഷണിപ്പെടുത്തി പണം കൊടുത്ത് പിന്നെ കോഴ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അയാള് പ്രതിയാ. അപ്പൊ കോഴ കൊടുത്ത് പിന്നെ ഇത് അങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പൊ അതിൽ നിന്ന് തന്നെ പോലീസിന് കൺക്ലൂഡ് ചെയ്യാമായിരുന്നു ദാറ്റ് സുന്ദര വാസ് അറ്റ് ഹിസ് ഓൺ ഹോം 1 day ബിഫോർ. അപ്പൊ അത് പ്രോസിക്യൂഷൻ കോടതി പ്രസന്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ തേർഡ് പോയിന്റ് ഉണ്ട്. ഇതിനൊരു ഒരുമിച്ച് ആൻസർ എന്നാ മതി. ലിമിറ്റേഷന്റെ സൈഡിൽ വെച്ചിട്ടാണ് കോടതി ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ പോലീസിന് അറിഞ്ഞൂടെ 1 year-നുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന്. അത് പോലീസ് കൊടുത്തില്ല.
അപ്പം ഈ പറയുന്ന പിന്നെ എന്താ പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. എനിവേ ഈ പോയിന്റിൽ പോലീസ് ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ഈ ഡിസ്ചാർജിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പൊ പോലീസ് ഇത്രയും ഷാർപ്പായ സുക്കൂർ വരെ ഇത് 1 ഇയറിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിൽ അത് ആരെ ഹെൽപ്പ് ചെയ്യാനായിരുന്നു? കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വാദവും അതായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞ അന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ കേസ് വന്ന തുടക്കത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. BJP എന്തെങ്കിലും തരത്തിൽ ഫൗൾ പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അന്ന് ഉണ്ടായിരുന്ന സംശയം, അന്ന് ഉണ്ടായിരുന്ന പ്രചരിച്ച വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ള ആളെന്നല്ല ഞാൻ പറയാം. പ്രോസിക്യൂഷൻ അല്ലല്ലോ പറയുന്നത്, സുന്ദരല്ലേ പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണല്ലോ പോലീസ് ടോട്ടൽ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അതന്നെ ഞാൻ പറയുന്നത്. ഈ അപ്പൊ കൺക്ലൂഷൻ എന്താ? ലൂപ്പോൾ ഉണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ എല്ലാം ലൂപ്പോൾ അടച്ചിട്ട് അവിടെ കോടതി പോകാനാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ഫോൾട്ട്. അതാണ് പ്രശ്നം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പരാതിക്കാരന്റെ പരാതി സ്വീകരിച്ച് അതിലെങ്ങനെയെങ്കിലും ഒരു കൺവിക്ഷൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല ഇൻവെസ്റ്റിഗേഷൻ. നിഷ്പക്ഷവും നീതിയുക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. അതിൽ സത്യമില്ലെങ്കിൽ അതില് സത്യമില്ല ഇന്നെന്ന കാരണം എന്ന് പറഞ്ഞ് ആ കേസ് അവിടെ ഡ്രോപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണെങ്കിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് പറ്റില്ലല്ലോ. പറ്റില്ല. കോടതി ഉത്തരം പറയേണ്ടത്. ബിജെപിയില് ഒരാൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ ജോയിനിങ് ബോണസ് കൊടുക്കാറുണ്ടോ ഇല്ലയോ? ജോയിനിങ് ബോണസ് എന്താ? നമ്മൾ എന്താ ബോണസ്? അല്ല, എന്നുവെച്ചാല് ഈ കോടതിയില് ഡിസ്ചാർജ് കോടതി തന്നെ എഴുതിയിട്ടുണ്ട്, ഇയാൾക്ക് കിട്ടിയ പൈസ മീൻസ് വെദർ ഹി ഗോട്ട് ഇറ്റ് ഓർ നോട്ട്, അയാളുടെ വീട് റിനോവേറ്റ് ചെയ്യാനും മെഡിസിനും സ്പെൻഡ് ചെയ്ത സ്ഥിതിക്ക് ദാറ്റ് മീൻസ് ഹി വിൽഫുള്ളി യൂസ് ദ മണി ആൻഡ് റിസീവ് ദ മണി. അവന്റെ അർത്ഥം പബ്ലിക് പെർസെപ്ഷന് മുമ്പിലെങ്കിലും പൈസ അയാൾക്ക് കിട്ടിയെന്ന് ഉറപ്പായല്ലോ. പബ്ലിക് പെർസെപ്ഷൻ കോടതിയുടെ പബ്ലിക് പെർസെപ്ഷൻ. ഇദ്ദേഹം പറഞ്ഞത് അൺബിലീവബിൾ ആണ് എന്ന് പറയാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് അൺബിലീവബിൾ ആണ്. പ്രോസിക്യൂഷൻ സ്റ്റോറി അൺബിലീവബിൾ ആണ്. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മാത്രമല്ല, ഈ പരാതി കൊടുത്ത രമേശൻ, അതിന് ഒപ്പം നിന്നിട്ടുള്ള 2ാം സാക്ഷി സുന്ദര, 3ാം സാക്ഷി ഉൾപ്പെടെ എല്ലാ സാക്ഷികളും വന്നു അതിൽ ഉണ്ട്. പിന്നെ വേറെ ഈ പ്രോസിക്യൂഷൻ എപ്പോഴും ഫെയർ ആയിരിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണ്ടേ, കോടതിയിൽ ഹാജരാക്കണ്ടേ, അവരുടെ കയ്യിലുള്ളതല്ലേ. CIയുടെ ഇൻസ്പെക്ടർ സലീമിന്റെ സാന്നിധ്യത്തിൽ പ്രമോദ് ASC എടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? വേറെയുണ്ട്. അത്രയും ഫെയർ ആണെങ്കിൽ BSPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റിന്റെ മൊഴി എടുക്കണ്ടേ, ആ പരാതി ഹാജരാക്കണ്ടേ, പോലീസിന്റെ കയ്യിലുള്ളതല്ലേ. അപ്പൊ അതൊക്കെ എന്തിനാ മറച്ചത്? ഇതൊക്കെ മറച്ചു വെച്ചതും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒറ്റ കാരണം, എങ്ങനെയെങ്കിലും രമേശൻ പറഞ്ഞതുപോലെ ഇവനൊന്നും ശിക്ഷ ഉണ്ടായിട്ടും നിക്ഷിപ്ത താല്പര്യവും പ്രതികൾക്കെതിരായിട്ട് താല്പര്യമുണ്ടായിട്ടും അവർക്കൊരു തെളിവും കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കാത്തത്. പിന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അട്രോസിറ്റി ഒക്കെ വെച്ച് സതീശനോട് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചോദിക്കുക, എന്ത് പുല്ലിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി, ഏതോ ഭാഗങ്ങളിൽ ഹാർഡ് ഡിസ്ക് പോയി, CCTV പോയി, അല്ലാണ്ട് വേറെ എന്താ സംഭവിച്ചത്? അതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതില് നിരന്തരമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് വാർത്തകൾ. അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തില്ലേ ആ CCTV മറ്റെന്താ ഒരു മൊബൈൽ ഷോപ്പിൽ പോകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നല്ലോ. അന്വേഷണത്തിന്റെ സമയത്ത് മാധ്യമങ്ങൾക്ക് വിവരം കൊടുത്തിട്ട് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. തെളിവ് നശിപ്പിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? സുരേന്ദ്രന്റെ മൊബൈൽ കൊടുത്തില്ല. സുരേന്ദ്രന്റെ മൊബൈൽ ഈ കേസായിട്ട് എന്താ ബന്ധം? അപ്പം സുരേന്ദ്രന്റെ മൊബൈൽ എടുത്തിട്ട് എല്ലാ രഹസ്യങ്ങളും എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ട് ഇന്ന് വാട്സപ്പ് ഉണ്ട്, പാർട്ടി ഗ്രൂപ്പ്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, മെയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം എടുക്കുക. അതിനുകൊണ്ട് ഇതെന്താ ഇവര് മാത്രം നിയമങ്ങൾ? ഇല്ല, സതീഷ് DYSP ആണെങ്കിൽ ഞങ്ങൾക്കും ഇല്ല നിയമം. ഇവൻ ഒരു കടലാസ് ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവന് പിന്നെ CPMമാർക്ക് ചോർത്തി കൊടുക്കാൻ, സർക്കാരിന് ചോർത്തി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. നിങ്ങളെന്താ മൊബൈലായിട്ട് ബന്ധപ്പെട്ടില്ല എന്തെങ്കിലും കേസാണ്? മൊബൈൽ കൊടുത്തില്ല, അതുകൊണ്ട് തെളിവ് നശിപ്പിച്ചു. കൊടുത്തിട്ടില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കലാണ്. പ്രതികൾ മൊബൈലേക്ക് ഒരു പാഠമാവും. ഞങ്ങൾ അതാ ചെയ്യാൻ വേണ്ടി. ഇനി പറഞ്ഞ എനിക്ക് തുള്ളിക്കൊണ്ട് പോകാൻ പാടില്ല.
ഇങ്ങനെ ആരാണ് പറയും? ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ റിട്ടേർഡാവുമല്ലോ, അന്നും കേസ് നടക്കേണ്ടി വരും, അന്ന് നടക്കേണ്ടി വരും. അപ്പൊ പറയും അങ്ങനെ സതീഷിനെതിരെ പേഴ്സണൽ കേസ് കൊടുക്കും അഗൈൻസ്റ്റ്. ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് എതിരായിട്ട് നടപടി സ്വീകരിക്കണം. ഇത്രയും പക്ഷപാതപരമായിട്ട് അന്വേഷണം നടത്തി ഇത് നിരപരാധിയായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ദ്രോഹിച്ചതിനും പീഡിപ്പിച്ചതിനും ശക്തമായിട്ടുള്ള നടപടി ഞങ്ങൾ സതീഷിനെതിരെ എടുക്കും. ഇതിനെ തുടക്കം കുറിച്ച വി രമേശനും ആൾക്കെതിരായിട്ടുണ്ട്. ഞങ്ങള് രമേശിന്റെ ഇടയ്ക്ക് വിഡിത്തം ചെയ്യില്ലേ, ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യും. ഏത് വാർത്ത വരുന്നു പറഞ്ഞിട്ട് ചാടിക്കയറിയിട്ട് ചെയ്യില്ല. ഗൂഢാലോചന നേരത്തെ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇങ്ങനെ രമേശിന് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പൊ നേരത്തെ ഇത് പ്ലാൻ ചെയ്തതാ. ഡിസ്ചാർജ് പുതിയ എവിഡൻസ് വെച്ചിട്ട് അപ്പീലിന് പോകാല്ലേ റീഓപ്പൺ ചെയ്യണം. അതിപ്പോ എല്ലാവർക്കും അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ഇപ്പൊ ഞങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു.